ചോദ്യത്തിലേക്ക് പോകാം. 0.1ന്റെ എത്ര ശതമാനമാണ് 0.01? ഓപ്ഷൻ എ 100, ബി 1/10, സി 0.1, ഡി 10. അപ്പൊ അവിടെ ശതമാനം കാണേണ്ട ചോദ്യമാണ്. എന്തിന്റെയും ശതമാനം കാണാൻ ഒരു വഴിയേ ഉള്ളൂ. അതെന്താ? ശതമാനം എന്ന് പറയുന്നത് 100മായി ബന്ധപ്പെട്ട അളവാണല്ലോ. അപ്പൊ 100 കൊണ്ട് ഗുണിക്കുക. 100 കൊണ്ട് ഇവിടെ എന്തിനെ ഗുണിക്കണം? ചോദ്യം 0.1ന്റെ എത്ര ശതമാനമാണ് 0.01? എങ്ങനെ കാണും? 0.01 ബൈ 0.1 ഇതിനെ 100 കൊണ്ട് ഗുണിക്കുക. ഇതിനെ 100 കൊണ്ട് ഗുണിക്കുക എന്ന് പറയുമ്പോൾ അംശത്തിനെയാണ് ഇവിടെ 100 കൊണ്ട് ഗുണിക്കേണ്ടത്. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ അത്? ഇവിടെയുള്ള ഛേദം എന്താ? അതൊരു ദശാംശ സംഖ്യ. അതുകൊണ്ട് ആദ്യം അതിന്റെ ദശാംശ സ്ഥാനം പോകണം. ഇവിടെ എത്ര ദശാംശ സ്ഥാനമുണ്ട്? 1. അപ്പോൾ ദശാംശ സ്ഥാനം പോക്കാൻ, ആ ഒരു ദശാംശ സ്ഥാനം പോക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇതിനെ 10 കൊണ്ട് ഗുണിക്കുക. ഇവിടെ നമ്മൾ ഛേദത്തെയാണ് 10 കൊണ്ട് ഗുണിച്ചത്. ഈ ഛേദത്തെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ അംശത്തെയും 10 കൊണ്ട് ഗുണിക്കണം. അതാണ് നിയമം. അപ്പൊ ഇവിടെ ഗുണിച്ചതോ? താഴെ 100 കൊണ്ട് ഗുണിച്ചില്ല എന്ന സംശയമില്ലേ? ഇത് ശതമാനമാക്കാൻ വേണ്ടി ഗുണിച്ചതാണ് ഈ 100. അത് എപ്പോഴും അംശത്തെയാണ് ഗുണിക്കുക, ഛേദത്തെയല്ല. ഓക്കെ, ഇനി ഇതിന്റെ ദശാംശ സ്ഥാനം പോയാൽ ബാക്കി എന്തുണ്ട്? 0.01 ഗുണിക്കണം 100 ഗുണിക്കണം 10 ബൈ 1 വരും. ദശാംശ സ്ഥാനം പോയല്ലോ. അപ്പൊ പിന്നെ ഇത് പ്രസക്തിയില്ല, നമുക്ക് മുകളിൽ നോക്കിയാൽ മതി. 0.01നെ 100 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ? ഇതിൽ 2 ദശാംശ സ്ഥാനമുണ്ട് അല്ലെ? 100ൽ 2 പൂജ്യവും ഉണ്ട്. 2 ദശാംശ സ്ഥാനമുള്ള ഒരു സംഖ്യയെ 100 കൊണ്ട് ഗുണിച്ചാൽ സംഭവിക്കുന്നത് എന്താ? അതിന്റെ ദശാംശ സ്ഥാനം ക്യാൻസൽഡ് ആവും. അതായത് 0.01 എന്നതിന് പകരം 1 ആയിട്ട് മാറും. ഗുണിക്കണം 10. 1 ഗുണിക്കണം 10, 10. എന്താ കിട്ടിയത്? 0.1ന്റെ എത്ര ശതമാനമാണ് 0.01 എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണിത്. 10. ഓപ്ഷൻ ഡി. ഓക്കെ.